ഈശോ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തൻ്റെ അവസാന ഉഗ്രക്രോധത്തിൽ നിന്ന് മറയ്ക്കും അല്ലെങ്കിൽ സംരക്ഷിക്കും എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ആ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തന്നത് ഇങ്ങനെയാണ്. അതായത് 2018 ഓഗസ്റ്റ് 15 രാവിലെ ഞാൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. അപ്പോഴും നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ വിചാരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ മഴ മാറുമെന്നുള്ള ഇതിലാണ്. പക്ഷേ ആ മഴയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലെന്തോ ഒരു അസ്വാഭാവികത തോന്നി. അപ്പം ഞാൻ എൻ്റെ വൈഫിനോടും കുട്ടികളോടും പറഞ്ഞു, നമുക്ക് നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വരെ പോകാം. അപ്പോൾ നല്ല മഴയാണല്ലോ, ഒരു രസം നമുക്ക് അവരുമായിട്ട് ഇന്ന് അവധിയും കൂടെയാണല്ലോ, നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം മഴ മാറുകയാണെങ്കിൽ തിരിച്ചു വരാം, ഇല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വരാം എന്നൊക്കെ പറഞ്ഞ് വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു രസത്തിന് ഒരു വൺ ഡേ ഹോളിഡേ എന്നുള്ള രീതിയിൽ അങ്ങ് പോയി. ബന്ധുവിൻ്റെ വീട്ടിൽ പോയി, അവിടെ ഞങ്ങൾ താമസിച്ചു. പക്ഷേ അന്നൊന്നും മഴ മാറുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ ആ പരിസരത്തെല്ലാം വെള്ളം കയറി, എല്ലാ പ്രശ്നങ്ങളായി. പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായി. വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും വീടിനകത്ത് വെള്ളമൊക്കെ കയറി, അങ്ങനെ വലിയ മഹാമാരി, മഹാപ്രളയം, ആ ഒരു സംഭവം അങ്ങനെയായി. അപ്പോൾ ഇതിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ യുഗാന്ത്യത്തിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ ഈശോ ഇതേപോലെ ഒരു പ്രേരണ നൽകി അവരെ തൻ്റെ സുരക്ഷിത ഇടങ്ങളിലേക്ക് നയിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. അതിനു മുമ്പ് ചിലരൊക്കെ ചോദിക്കുമായിരുന്നു, ഇതെങ്ങനെയാണോ കർത്താവ് എന്നെ മെസ്സേജ് അയക്കുമോ, അല്ലെങ്കിൽ ഫോൺ വിളിക്കുമോ, അല്ലെങ്കിൽ വണ്ടി വിടുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു അങ്ങനെയുള്ള ചോദ്യം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ഉള്ളിലറിയാം, കർത്താവ് കൃത്യമായിട്ട് ഒരു പ്രേരണ നൽകും, ഒരു ആത്മീയ പ്രേരണ നൽകും, അങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഇവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ, ആരോട് പറഞ്ഞാലും മനസ്സിലാകില്ല. അപ്പോൾ എനിക്കും ഇത് അറിയാമെങ്കിലും എനിക്കും അത്ര വലിയ ഒരു ഉറപ്പ് ഇതെങ്ങനെയായിരിക്കും എന്നൊരു ജിജ്ഞാസയുണ്ടായിരുന്നു. ആ ഒരു ജിജ്ഞാസയൊക്കെ മാറി ഈ ഒരു സംഭവത്തോടു കൂടി. അതങ്ങനെ തന്നെയാണ്. ഈശോ തൻ്റെ യുഗാന്ത്യത്തിൽ വരുമ്പോൾ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തൻ്റെ ആത്മാവിനാൽ പ്രചോദിപ്പിച്ച് അവരെ സുരക്ഷിതമായ താവളത്തിലേക്ക്, ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു കൊണ്ടുപോകുന്ന, അത് മനുഷ്യരാരും പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല. അതിങ്ങനെ ആത്മീയ പ്രേരണയാൽ അവരെ നയിച്ചു കൊണ്ടുപോകും. ഇപ്പം ഞാൻ ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ തന്നെയാണ്, ഒരു ആത്മീയ പ്രേരണ. അതായത് എനിക്കെന്തോ ഇതിലെന്തോ ഒരു അസ്വാഭാവികത തോന്നി. എന്നാൽ ഇത് പ്രളയമാകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ അറിഞ്ഞിട്ടല്ല. പക്ഷേ നമുക്കൊരു അസ്വാഭാവികത, ഇത് പതിവില്ലാത്തൊരു ഇതല്ലോ. പക്ഷേ യാതൊരു ആകാംക്ഷയോ ഉത്കണ്ഠയോ ഒന്നും ഉണ്ടായില്ല. സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ ബന്ധുവീട്ടിൽ ഇടയ്ക്കൊക്കെ പോകുന്ന പോലെ വളരെ ലാഘവ ബുദ്ധിയോടെ പോയി. പക്ഷെ പിന്നീടാണ്, അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറി, ഇതൊക്കെ വേറൊരു രീതിയിലേക്കാണ് ഒക്കെ പോകുന്നതെന്ന് മനസ്സിലായി. അവിടെ ചെന്ന് സുരക്ഷിത സ്ഥാനത്ത് എത്തിയപ്പോഴാണ് ഇതിൻ്റെ തനി നടം മനസ്സിലാകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ യുഗാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങി ഈശോയൊക്കെ പ്രതി നോക്കിയിരിക്കുന്ന മനുഷ്യർക്കുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞാനീ പറയുന്നത്. ഒരുങ്ങിയിരിക്കുക. ആൾക്കാർ പലതും പറയും, ഇപ്പോൾ വരും, ഇന്ന് വരും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കും. ഇതൊന്നും